Good morning to all. In your ത്തില് നമുക്കൊരു പ്രഭാതം കൂടി ലഭിച്ചിരിക്കുകയാണ്. നല്ലൊരു CPയോട് കൂടി തന്നെ നല്ലൊരു മെഡിറ്റേഷനോട് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുമയ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി ഈ ഒരു വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കൊറോണ കാലഘട്ടത്തിലായിരിക്കും അല്ലേ? അതിന്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും ആ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചും ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റുകളെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടീമിലെ വെൽനസ് ഗുരു എന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന വിനോദ് കുമാർ സാറിനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. സാർ ഒരു കണ്ണൂർ സ്വദേശിയാണ്. പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വരുമ്പോൾ സാറിന്റെ ഒരു സുഹൃത്ത് വഴിയാണ് സാറിന് ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത്. അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി, ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കി, വളരെ പാഷനോട് കൂടി കമ്മിറ്റഡ് ആയിട്ട് ഫാമിലിയോടൊപ്പം ബിസിനസ് ചെയ്തു വരുന്നു. ബിസിനസ്സിൽ സിൽവർ ഡയറക്ടർ കൂടിയായ വിനോദ് കുമാർ സാറിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇന്നത്തെ മീറ്റിംഗിൽ ഈ സെഷൻ ചെയ്യാൻ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു സുമയ മാഡം. വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ആൾ. എന്റെ സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നല്ലൊരു സുപ്രഭാതം, നല്ലൊരു മെഡിറ്റേഷൻ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സെഷനിലേക്ക്. മാഡം പറഞ്ഞതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കോവിഡ് സമയത്ത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുശേഷം ആണ് അതിനു വേണ്ടിയിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തുറക്കാത്ത കടകളൊക്കെ തുറപ്പിച്ചുകൊണ്ട് നമ്മൾ പല പല റെമഡീസിന് വേണ്ടിയിട്ട് പല സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടും നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ സമയത്ത് കുറയുന്ന ആൾക്കാരിൽ നിരവധി ലക്ഷോപലക്ഷം ആൾക്കാർ ആ ഒരു കോവിഡ് മഹാമാരി കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. ആ സമയത്ത് തന്നെയാണ് എന്റെ ജോബ് നഷ്ടപ്പെടുന്നതും തിരിച്ച് നാട്ടിലേക്ക് വരുന്നതും. അങ്ങനെ അന്നത്തെ പോലെ ക്വാറന്റൈൻ ഇതൊക്കെ വളരെ എന്താ പറയാ, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പോലീസും ഒക്കെ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് അന്വേഷിക്കുന്ന ഒരു പ്രവണതയായിരുന്നു. ആ സമയത്താണ് എൻ്റെ സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ഷാജി മിഥിൽ സാറ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പറയുന്നത്. അങ്ങനെ ഇത് കണക്ട് ആയ സമയത്ത് എനിക്ക് വെൽനസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ, താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒത്തിരി സപ്ലിമെന്റ് ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോ വളരെ എക്സലന്റ് ആയിട്ടുള്ള, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാനും ഉതകുന്ന പ്രൊഡക്റ്റുകൾ ഇതിനകത്തുണ്ട്. അതുവഴി അതും യാതൊരുവിധ ബാധ്യതകളോ അല്ല കടബാധ്യതകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മഹനീയ ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി, കാരണം ഇവിടെ രാജു സോപാന സാറൊക്കെ ഇവിടെ ഉണ്ട്. കാരണം അവരൊക്കെയാണ് നമ്മൾ അതിർത്തി കാക്കുന്ന ഭടന്മാരായിട്ട് നിന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ഭടന്മാർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സെക്യൂർഡ് ആയിട്ട് ഇവിടെ കടന്നുറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ അകത്ത് പ്രവേശിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കാത്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, അതിന് ഉതകുന്ന പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് എക്സലന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലെ. കാരണം നമ്മുടെ സ്ട്രോങ് ഇമ്മ്യൂണിറ്റി എത്രത്തോളം സ്ട്രോങ് ആക്കാൻ വേണ്ടി സാധിക്കും, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരവും സ്ട്രോങ് ആയിട്ട് മാറുന്നുണ്ടാവുക. ഇന്ന് നമുക്കറിയാം, ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ പല പല പ്രശ്നങ്ങൾ കൊണ്ട് തുടക്കത്തിൽ തന്നെ ഹോസ്പിറ്റൽ കയറി ഇറങ്ങുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. കാരണം ചെറിയ കുട്ടികൾ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്, എപ്പോഴും ജലദോഷം, പനി, പല പല പ്രശ്നങ്ങൾ, ചെറിയ കുട്ടികൾക്ക് ക്യാൻസർ വരുന്നു, ഒരുപാട് പ്രോബ്ലംസ് വരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഓമന പേരിൽ വിളിക്കുന്ന, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി സാധിക്കുമല്ലേ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതുകൊണ്ട് തന്നെ
അതിന്റെ കാരണക്കാരൻ ആരാണ്? നമ്മൾ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള കാരണക്കാരൻ. പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? കാരണം പണ്ട് കാലത്തുള്ള ഭക്ഷണ രീതി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. സ്വന്തമായിട്ട് പാടങ്ങളിൽ ഉഴുതു എടുത്തിട്ടുള്ള അരിയും അതുപോലെ പച്ചക്കറികളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത്. അതിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാവിധ പോഷകങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. തവിട് കളയാത്ത അരികളൊക്കെയാണ് നമ്മളന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നേരെ തിരിച്ച് എത്രത്തോളം വെളുത്ത അരികൾ നമ്മൾക്ക് കിട്ടുമോ അത് അന്വേഷിച്ച് പോകുന്നവരാണ് നമ്മൾ. കാരണം ബ്രൗൺ കളറുള്ളത് മക്കൾ കഴിക്കില്ല, ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കൂടാതെ നമ്മളിത് പുറത്തു പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത് പാക്കറ്റ്, ഏറെ നിറച്ചിട്ടുള്ള പാക്കറ്റുകളും സോഫ്റ്റ് ഡ്രിങ്കുകളും. ഒരു ട്രാവല് പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒരു പാക്കറ്റ് മാലകളായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, ഒന്നും രണ്ടൊന്നുമല്ല. കാരണം കുട്ടികൾ അവിടെ എത്തുന്നത് വരെ മിണ്ടാതിരിക്കണം, അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കും മറ്റുള്ള കെമിക്കലും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇത്തരം രീതിയിലുള്ള ഫുഡുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മെറ്റബോളിസം ഒക്കെ താളം തെറ്റി പോകുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, കാരണം നമ്മൾ അറിയാം ഒരു കാവൽ ഭടനെ പോലെ നമ്മളെ ശരീരം കാക്കണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇന്നും ഒരുപാട് ആൾക്കാർ കുഴഞ്ഞു വീഴുന്നതും ദിവസവും നമ്മൾ വാർത്തകളായിട്ടും ഒക്കെ കാണുന്നുണ്ട്, അല്ലെ? അതിനും നമ്മുടെ ശരീരത്തെ എത്രത്തോളം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും, എത്രത്തോളം നമ്മുടെ പ്രതിരോധ ശക്തി ഇമ്മ്യൂണിറ്റി കൂട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും, അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സുകൾ നമ്മളെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരത്തെ കാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അതിന് ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള കുറെ പ്രൊഡക്ട്സുകൾ നമ്മുടെ കമ്പനി തന്നിട്ടുണ്ട്. അത് വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം നമ്മൾക്ക് തന്നെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ മാസം തികയാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ന് പ്രതിരോധ ശക്തി കുറഞ്ഞു വരുന്നത്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കില്ല. അതിന്റെ ഏറ്റവും മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ്. കാരണം നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കുന്നത് ഇതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡുകളും, അത് ഇല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മളെ വീട്ടിൽ പോലും ഭക്ഷണം വെക്കാതെ ഔട്ട്സൈഡിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി, ഈ രീതികളിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ബോഡി ഇത്രയും മോശമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഓയിലി ഫുഡുകളും ജങ്ക് ഫുഡുകളും ഇതൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റും ഇതൊക്കെയാണ് നമ്മൾ വാരി വലിച്ചു തിന്നത്. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഐസ്ക്രീം, അതുപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ ഇതൊക്കെയാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ ഇത് ദഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള പല പല സാധനങ്ങൾ ആവശ്യമാണ്. കാൽസ്യം ആവശ്യമാണ്, വൈറ്റമിൻ ഡി ആവശ്യമാണ്, പ്രോപ്പർ ന്യൂട്രീഷൻസ് ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് ലഭിക്കാതെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ആരോഗ്യം താളം തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യമെങ്കിലും നമ്മൾ ആദ്യം കാക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ്. അതിന് നമ്മൾ ഇതിലെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അത് നമ്മൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്ട്സിലേക്ക് ഞാൻ കടക്കാം. നമുക്ക് എക്സലന്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി സെഷൻ തന്നെ ഉണ്ട്. അതിലേക്കുള്ള കാറ്റഗറി പ്രൊഡക്റ്റുകൾ തന്നെ നമുക്ക് കമ്പനി പ്രൊവൈഡ്. അതിനകത്ത് ഏറ്റവും ആദ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ പറയാം, സ്പൈർലിന എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. സ്പൈർലിനെ കുറിച്ചിട്ട് ഇന്ന് പല കമ്പനികളും ആ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സപ്ലിമെന്റിൽ തന്നെയാണ് നമ്മുടെ കമ്പനി സ്പൈർലിന പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാരണം WHO പോലും കോവിഡ് വന്ന സമയത്ത് നമ്മളോട് പറഞ്ഞത് എന്താണ്? നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ കാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ന് ആ സിറ്റുവേഷനിലായിരുന്നു അന്ന് കടന്നു പോയിട്ടില്ല. അന്ന് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ആർക്കെങ്കിലും കോവിഡ് ഒക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഒരാളും അടുത്ത് വരില്ല, ഒരാളും നമ്മളെ തൊടാൻ വരില്ല. ആ രീതിയിൽ നിരവധി ആൾക്കാർ അതിനു വേണ്ടിയിട്ട് സജ്ജമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരിലൂടെ മാത്രമാണ് നമുക്ക് ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുള്ളത്, അല്ലെ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്പൈർലിന എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി ക്യാപ്സൂൾ രൂപത്തിലാണ്, പല കമ്പനികൾ പൗഡർ രൂപത്തിലുണ്ട്. നമ്മുടെ കമ്പനി പൗഡർ രൂപത്തിൽ ഔട്ട്സൈഡിലൊക്കെ നിർമ്മിക്കുന്നുണ്ട്. സൗദി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പൗഡർ രൂപത്തിലാണെന്ന് തോന്നുന്നു. കാരണം അതിന്റെ ബോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾക്ക് 1974 ഫുഡ് ആൻഡ് അഗ്രി ഓർഗനൈസേഷൻ ഇതിനെ ബെസ്റ്റ് ഫുഡായിട്ടാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത്. ബെസ്റ്റ് ഫുഡ് ഫോർ ടുമാറോ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം
ശൂന്യാകാശത്തൊക്കെ പോകുന്നവർ ഭക്ഷണമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫുഡാണ് സ്പൈർലിന എന്ന് പറയുന്നത്. US ഫുഡ് ആൻഡ് ഡ്രഗ്സ് 1981 പറഞ്ഞിരിക്കുന്ന ബെസ്റ്റ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ് സ്പൈർലിന എന്ന് പറയുന്നത്. WHO ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്നെ സൂപ്പർ ഫുഡ് ഓൺ എർത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാം വെയിറ്റ് മാനേജ്മെന്റിലൊക്കെ ഒരുപാട് ആൾക്കാർ പ്രയത്നിക്കുന്നുണ്ട് അല്ലെ. ശരിക്കും ഈ സ്പൈർലിന പോലും നമുക്ക് ഒരു നേരത്തെ ഫുഡാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. കാരണം അതിനകത്ത് അത്രയും പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഫുഡിനെ പോലും റീപ്ലേസ്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇന്ന് പുറത്തു പോകുന്ന സമയത്തൊക്കെ ചില സമയത്ത് 2-3 സ്പൈർലിന അധികം കഴിച്ചിട്ടാണ് ശരിക്കും പുറത്തു പോകുന്നത്. ഒരു ഉച്ചക്കത്തെ ഫുഡൊക്കെ ചിലപ്പോൾ സ്കിപ്പായി പോകുന്നുണ്ടോ. യാതൊരുവിധ ക്ഷീണമോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. ഇന്ന് പല ആൾക്കാരും ഇന്ന് വർക്കിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ വളരെ ക്ഷീണിതയായിട്ടാണ് വരുന്നുണ്ടാവുക അല്ലെ. ഒന്ന് വന്ന് കിടന്നാൽ ഒരു 10 മിനിറ്റ് കിടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കിടന്നു കഴിഞ്ഞാൽ ഒന്ന് റെഡിയാവാം എന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാരെയും കാണാറുണ്ട്. അവരൊക്കെ ശരിക്കും പോയി ഇന്ന് പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഈ സ്പൈർലിനയും കറക്റ്റായിട്ട് അതിൽ പ്രോപ്പറായിട്ട് പറയുന്ന ആ ഒരു എത്ര നേരം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പാലിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ക്ഷീണം, അനീമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് സ്പൈർലിന എന്ന് പറയുന്നത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, ഇത് നമ്മൾ ശരിക്കും നമുക്കൊരു കൃഷിയായിട്ട് പോലും വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഇത് സീ വാട്ടറിലും നോർമൽ വാട്ടറിലും ഇത് വളരും. ഇന്ന് പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റിലും ഇന്ന് ഇന്ത്യയിൽ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൃഷിയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കടൽ പായലാണ് ഈ സ്പൈർലിന എന്ന് പറയുന്നത്. ഇന്ന് കടലാമകളൊക്കെ ഏറ്റവും കൂടുതൽ വർഷം ജീവിക്കുന്നതിന്റെ മെയിൻ കാരണം ഈ ഒരു സസ്യം കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് അവിടെയുള്ള ആൾക്കാർ, ഇപ്പം ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾ, മുന്നേ പല സ്ഥലങ്ങളിലുള്ള അവരൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഫുഡായിട്ട് തന്നെ കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് സ്പൈർലിന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വെച്ചാൽ എഗ്ഗ്, നമ്മുടെ മുട്ട കഴിക്കുന്നതിനേക്കാൾ 6 മടങ്ങ് പ്രോട്ടീൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോഴും അത്രയും പ്രോട്ടീൻസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പാൽ കുടിക്കുന്നതിനേക്കാളും 14 മടങ്ങ് കാൽസ്യം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കാൽസ്യം സപ്ലിമെന്റ് വേറെ തന്നെ ഉണ്ട്. അതിന്റെ ഡെഫിഷ്യൻസി ഉള്ളവർ അത് തന്നെ കഴിക്കണം. അല്ലാണ്ട് ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ് പറഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഇത്രയും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അത്രയും ക്വാണ്ടിറ്റി കഴിക്കുമ്പോഴാണ് നമുക്ക് അത്രയും നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള അത്രയും പ്രോട്ടീൻസ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ പഴം കഴിക്കുന്നതിനേക്കാൾ 4 മടങ്ങ് പൊട്ടാസ്യം ഇതിനകത്ത് ഉണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റ് കഴിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് കരോട്ടിൻ ഇതിനകത്തുണ്ട്. കാരണം മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളിന്ന് വേറൊരു പ്രൊഡക്റ്റും കൂടി അബ്സോർബിറ്റിൽ നമുക്ക് ബയോട്ടിൻ എന്ന് പറയുന്ന ഒരു സ്പ്രേ നമുക്കുണ്ട് അല്ലെ. ആ ബയോട്ടിൻ സ്പ്രേ ശരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇതാണ് കരോട്ടിൻ എന്ന് പറയുന്നത്. കരോട്ടിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മുടി തഴച്ചു വളരുന്നുണ്ടാവുക. അപ്പോൾ കരോട്ടിൻ ഇതിനകത്ത് 10 മടങ്ങ് കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിനേക്കാൾ. ക്യാരറ്റൊക്കെ നമുക്ക് കഴിച്ചാൽ കരോട്ടിൻ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഉള്ളതും ഇങ്ങനെയുള്ള 13 തരം മിനറൽസ് ആണ് ഇതിനകത്തുള്ളത്. 13 തരം മിനറൽസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്പൈർലിന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ നോക്കിക്കഴിഞ്ഞാൽ A, B1, B2, B3 എന്നിങ്ങനെ 13 തരത്തിലുള്ള വൈറ്റമിൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ കണ്ടന്റ് ആണ് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ അത്ലറ്റിക്കുകളൊക്കെ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്പൈർലിന എന്ന് പറയുന്നത്. അവർ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന് അവർ ഈ സ്പൈർലിനൊക്കെ കഴിക്കുവാണെങ്കിൽ അവരുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ധാരാളം ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കാറുണ്ട്. പിന്നെ omega-3, omega-6 ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുപോലെ കൊളസ്ട്രോൾ ലെവലിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ BP നമുക്കിന്ന് ഏറ്റവും കൂടുതൽ, അതുപോലെ തന്നെ ഷുഗർ, അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രഷർ, ഇതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകും. BPനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇതിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അലർജിയെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരുപാട് ആൾക്കാർ അലർജി പ്രശ്നങ്ങൾ കൊണ്ട് പറയാറുണ്ടല്ലേ, നമ്മളോടും ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ നമ്മൾ റെസ്പോ കെയർ, അതുപോലെ തന്നെ ആംല, ഇതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടെങ്കിൽ പോലും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സ്പൈർലിനും കൂടി റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അതിനെയും കൂടി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന
ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് സ്പൈർലീന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഇതിനകത്ത് റിച്ച് ആയിട്ട് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രവർത്തനം. കാരണം ഫ്രീ റാഡിക്കൽസിന്റെ അറ്റാക്ക് കൊണ്ടാണ്, നമ്മൾക്കറിയാം ഒരു ഇരുമ്പ് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ തുരുമ്പൊടിക്കുന്നുണ്ടാവും അല്ലെ, അതേപോലെയാണ് നമ്മുടെ ശരീരത്തെ കാർന്നു നിന്ന ഒരു തുരുമ്പാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ അറ്റാക്ക് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ താളം തെറ്റിക്കുന്നത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഇമ്മ്യൂണിറ്റി അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്പൈർലീന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ, വെയിറ്റ് മാനേജ്മെന്റിന് ഒരു നേരത്തെ ഫുഡായിട്ട് പോലും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്, കഴിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അയൺ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അയൺ കണ്ടന്റ് ധാരാളം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള, നമ്മൾ വർക്കിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ക്ഷീണവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട്, അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അനീമിക്കിനെ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഇതിനകത്തുണ്ട്. നമുക്ക് എന്നും യങ്ങായിട്ടും ഒക്കെ നിലനിൽക്കാൻ, നമ്മുടെ സ്കിന്നിനെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ ക്യാൻസറിനെയും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. വൈറ്റമിൻ സി അതുപോലെ തന്നെ പ്രോട്ടീൻ വളരെയധികം ഉള്ളത് കൊണ്ട് തന്നെ മുടി കൊഴിച്ചലിനെ നമുക്ക് തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. കാരണം ഓരോരോ ആൾക്കാരുടെ ശരീരത്തിലും ഓരോരോ തരത്തിലുള്ള കുറവ് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ മുടി കൊഴിച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മളെ ഹെയർ ഓയിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ മുടിയിൽ താരൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആദ്യം പിന്നെ ഇല്ലാതാക്കേണ്ടത്. അതിന് നമുക്ക് ഷാമ്പു കൊടുക്കേണ്ടി വരും. നമ്മളെല്ലാം കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരാൾക്ക് എന്താണ് റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്ന് പോലും നമ്മൾ തീരുമാനിക്കാൻ പാടുള്ളൂ. മുടി കൊഴിച്ചിലുണ്ട് ഉടനെ നമ്മൾ ഹെയർ ഓയിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവിടെ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അവിടെ ഷാമ്പു കൊടുക്കേണ്ട സ്ഥലത്ത് അത് കൊടുക്കണം. ചിലപ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് അത്രയും കുറവായിരിക്കും അവർക്ക്. പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻ റെക്കമെൻഡ് ചെയ്യേണ്ടി വരും. വൈറ്റമിൻ ഡി കുറവ് ഉള്ളവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവും, അതിന് നമുക്ക് അത് റെക്കമെൻഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഈ പറയുന്ന അയൺ ഇത് കുറവുണ്ടെങ്കിലും ഈ വരും. അതുപോലെ തന്നെ ബയോട്ടിൻ, കരോട്ടിൻ, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കൊണ്ട്, സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോരാളുടെ ശരീരത്തിൽ ഓരോ രീതിയിലാണ്. അപ്പൊ അതിനെ നമ്മൾ കറക്റ്റായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സപ്ലിമെന്റ് ആയി കഴിഞ്ഞാലും, അതുപോലെ തന്നെ സപ്ലിമെന്റ് ആയി കഴിഞ്ഞാലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ഹെയർ ഓയിൽ പോലെയുള്ള പ്രൊഡക്റ്റുകളും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന രീതി ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരത്തുമാണ് നമ്മൾ കൂടുതൽ കഴിക്കും. വൈകുന്നേരം തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാത്രിയിൽ നമ്മൾ സ്പൈർലീന കഴിക്കുന്നത്, ഇന്ന് ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്പൈർലീന രാത്രിയിൽ കഴിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, നമ്മളെപ്പം എനർജറ്റിക് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിൽ മാക്സിമം ഇതിനെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ മാക്സിമം സന്ധ്യാസമയത്തൊക്കെ അല്ലെങ്കിൽ വൈകുന്നേരത്തൊക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ രാവിലെ കഴിക്കാം. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിന്റെ MRP എന്ന് പറയുന്നത് 503 രൂപക്കാണ് ഇന്ന് MRP ലഭിക്കുന്നത്. അതുപോലെ തന്നെ DPയിൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 352 രൂപക്കാണ്. അപ്പോൾ അതിന്റെ താരതമ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിനെയും കൂടി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. PV ആണെങ്കിൽ 11.74 PV നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയും എക്സലന്റ് ആയിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മൾ തന്നെ കാത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിനോടുള്ള അകലം, നമുക്ക് ദൂരം നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നോനി എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. നോനി എത്ര പറഞ്ഞാലും തീരില്ല, അത്രയും ഇന്ന് ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. 14 രാജ്യങ്ങളിലായിട്ട് അത്രയും യൂണിവേഴ്സിറ്റികളിൽ ഇന്നും തുടർ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നോനി എന്ന് പറയുന്നത്. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നോനി ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിറപ്പ് രൂപത്തിലാണ്. പക്ഷെ ഇവിടെ വെസ്റ്റീജ് ആണ് ആദ്യമായിട്ട് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ ഇന്ന് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്ത്യൻ മൾബറി എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. ഇതിന്റെ
രാസനാമം എന്ന് പറയുന്നത് മൊറിൻഡ സിട്രിഫോളിയാണ്. കാക്കോത്തി പഴം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ടാവും, പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വെണ്ണൂന തമിഴിൽ പറയും. ഇങ്ങനെ പല രീതികളിലാണ് പല സ്ഥലങ്ങളിൽ പറയുന്നത്. കാരണം കാക്കയും കുയിലും ഒക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെയാണ് കാക്കയും കുയിലും ഒക്കെ നമ്മൾ ചെത്ത് കിടക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. കാരണം അത് ഷോക്കൊക്കെ അടിച്ച് ഇലക്ട്രിക് പോസ്റ്റിന്റെ താഴേക്കാണ് നമ്മൾ കാണുന്നത് അല്ലെ. അല്ലാതെ നോർമലായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊരു മൃതസഞ്ജീവിനി എന്ന് വേണ്ടിയെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നോനി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇഷ്ടം പോലെ നിരവധി ഗുണങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഡിസ്കവറി ചാനൽ പോലും ഒരു പ്രാവശ്യം ഇതിനെ, കാരണം സുനാമി വന്ന് പല സ്ഥലങ്ങളിലും ഇത് തഴച്ചു വളരുന്നത് ഇന്തോനേഷ്യ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്, തീരദേശ പ്രദേശങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക. അവിടെ വെള്ളം കയറി മൂടി കഴിഞ്ഞിട്ട് പോലും ആ വെള്ളം ഇറങ്ങിയതിന് ശേഷം നോക്കുന്ന സമയത്ത് ഒരു കേടുപാട് പോലും ഇല്ലാതെ അതേപോലെ നിൽക്കുന്ന ഒരു സസ്യം നോനി ആണെന്ന് മനസ്സിലായപ്പോഴാണ് ഇതിനെ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ അതിനുള്ള തുടർ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നോനി എന്ന് പറയുന്നത്. നമുക്ക് അനുഗ്രഹമാണ് നമുക്കൊരു ക്യാപ്സൂൾ രൂപത്തിൽ ലഭിച്ചു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ അകത്തുള്ള വൈറ്റമിൻസ് നോക്കിക്കഴിഞ്ഞാലോ, വൈറ്റമിൻ സി ഉണ്ട്, B9 ഉണ്ട്, B6 ഉണ്ട്, B2 ഉണ്ട്, B6 ഉണ്ട്, B12 ഉണ്ട്, ഇ ഉണ്ട്. ഇങ്ങനെയുള്ള നിരവധി വൈറ്റമിൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് ആണെങ്കിലോ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇങ്ങനെ പറയുന്ന നിരവധി മിനറൽസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റ് റിച്ച് ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിനകത്ത് ഈ ഒരു പ്രൊഡക്റ്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പേശി രോഗങ്ങൾ, പ്രമേഹം, ക്യാൻസർ, തളർച്ച, മുറിവുണങ്ങാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും കേട്ടോ. മുറിവ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവിനെ പെട്ടെന്ന് ഉണക്കാനും ഇത് സഹായിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് കഴിച്ചാൽ. സ്ത്രീ സഹജമായിട്ടുള്ള പല പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ നോനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൾസർ, ആസ്മ, അതുപോലെ തന്നെ BP, കിഡ്നി ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ മൈഗ്രെയിൻ, യൂറിനറി പ്രോബ്ലംസ്, പിന്നെ വജൈനൽ പ്രോബ്ലംസ് എന്നിങ്ങനെയുള്ളതിന് ഒത്തിരി പരിഹാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ നോനി എന്ന് പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും അത് നമ്മളെ ഡോസേജ് ഒക്കെ ചില സമയത്ത് മാറി മാറി വരേണ്ടി വരും, കൂട്ടി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കുറക്കേണ്ടി വരും. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും എല്ലാ പ്രോബ്ലംസും ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഏത് പ്രൊഡക്റ്റും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള വേദന സംഹാരിയാണ്. നമുക്ക് വേദന സംഹാരിയായിട്ടും ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്ന് വെച്ച് ഒത്തിരി പ്രശ്നങ്ങളുള്ളവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേദന അത്രയും ഇതായിട്ട് മാറില്ല. നമുക്ക് നോർമൽ കേസിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും വേദന, സാധാരണ ഉണ്ടാവേണ്ട വേദന പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ കോശങ്ങളിൽ കാണുന്ന സെറോനിൻ ഈ നോനിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കഴിക്കുന്ന പോഷകങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മളെ ഓരോ സെല്ലിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നോനി കഴിക്കുന്നത് വഴി സാധിക്കുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ കോശങ്ങളിലൊക്കെ നമ്മളിന്ന് ആശയവിനിമയം നടത്തുന്ന മൊബൈൽ ഫോൺ കൊണ്ടൊക്കെ ആണെങ്കിൽ കോശങ്ങൾ ടു കോശങ്ങൾ ആശയവിനിമയം ശരിക്കും ഈ ഒരു സുഷിരങ്ങൾ വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട്, കാരണം ഇന്ന് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ പോയി അടിഞ്ഞുകൂടുകയാണ് സാധാരണ നടക്കുന്നത്. അപ്പൊ അടിഞ്ഞുകൂടി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് പല പല രോഗങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. കാരണം കോശങ്ങൾ ടു കോശങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതവിടെ ജീർണിച്ച് പല പല പ്രശ്നങ്ങൾ നമുക്ക് ഓരോ ഓർഗൻസിനും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നോനി നമ്മൾ കഴിക്കുന്നത് വഴി നമ്മുടെ സെൽ ടു സെൽ ഉള്ള ആ കോശങ്ങളുടെ സുഷിരം വികസിക്കുകയും അതിലൂടെ കറക്റ്റായിട്ട് നമ്മൾ ഇന്ന് കഴിക്കുന്ന പ്രോട്ടീൻസ് ആയാലും മിനറൽസ് ആയാലും വൈറ്റമിൻസ് ആയാലും നമ്മുടെ കോശങ്ങളിലേക്ക് യഥാസമയം എത്തിക്കാനും അതുപോലെ തന്നെ യഥാസമയം എത്താനും നമ്മളെ എനർജറ്റിക് ആയി മാറാനും നമ്മുടെ ഹൈ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നോനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോശങ്ങളിലെ ഭിത്തിയിൽ ഉള്ള ഈ സുഷിരം ഞാൻ നേരത്തെ പറഞ്ഞതിനെ അതിനെ വികസിപ്പിക്കുകയോ ചെയ്യുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിലൂടെ നമുക്ക് എല്ലാ പോഷകങ്ങളും കൃത്യമായിട്ട് എത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സ്ട്രെസ്, സ്ട്രെയിന് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇത് നമുക്ക് രാവിലെയും രാത്രിയിലും അതുപോലെ തന്നെ ഉച്ചക്കും ഒക്കെ കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് ബിഫോർ ഫുഡിലാണ്. നമ്മളെപ്പം ഭക്ഷണം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ നമ്മൾ ഇത് കഴിക്കണം. അപ്പോഴാണ് ശരിക്കും നല്ലൊരു എഫക്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് കൊടുക്കേണ്ട ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് ഒത്തിരി കിഡ്നി പ്രോബ്ലം, അത് ഏത് പ്രൊഡക്റ്റ് ആയാലും അങ്ങനെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ലാസ്റ്റ് സ്റ്റേജിലൊക്കെ കിഡ്നി ഫെയിലർ ഒക്കെ ആയിട്ടുള്ള അവർക്കൊക്കെ കൊടുക്കുമ്പോൾ ശരിക്കും ഒന്ന്
ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. കാരണം അവർക്ക് വെള്ളം കുടിക്കണം. കാരണം നോനിയൊക്കെ കഴിക്കുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം കുടിക്കുന്ന ഇത് അവർക്ക് അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് കൊളസ്ട്രോം. കൊളസ്ട്രോം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പശു പ്രസവിച്ച് 6 മണിക്കൂറിനുള്ളിൽ കളക്ട് ചെയ്യുന്ന ആ മഞ്ഞപ്പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ക്യാപ്സൂളാണ്. ശരിക്കും പറഞ്ഞാൽ പാൽപ്പൊടി തന്നെയാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതാണ് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹൈ ഇമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കൊളസ്ട്രോം എന്ന് പറയുന്നത്. ഇത് ജനന സമയത്ത് തന്നെ തൂക്കക്കുറവ്, മാസം തികയാതെയുള്ള ജനനം, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി എപ്പോഴും കുറവായിരിക്കും. അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഏകദേശം ഒരു 6 മണിക്കൂർ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു 1-2 ദിവസത്തിനുള്ളിൽ കളക്ട് ചെയ്യുന്ന പാല് പോലും നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ചെയ്യുന്നത് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ പാല് ശരിക്കും പുറത്ത് കളയാണ് ചെയ്യുന്നത്. ശരിക്കും വിപരീതമായിട്ടാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ കുട്ടികൾക്കായാലും സസ്തനികളിലാണ് ശരിക്കും ഇത്. സസ്തനികളായിട്ടുള്ള എല്ലാവരും ഇത് ശരിക്കും ആദ്യം കഴിക്കുക തന്നെ വേണം. അപ്പോഴാണ് അവരുടെ ദഹന വ്യവസ്ഥ, കാരണം പുറത്തേക്ക് വന്ന് അതിന്റെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ദഹന വ്യവസ്ഥയെ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ക്ലിയർ ആയിട്ട് എത്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും ശക്തിയുള്ള ആ മഞ്ഞപ്പാല് നമ്മൾ കളയാതെ നമ്മൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കിടാങ്ങൾക്കോ ഒക്കെ പശുക്കിടാങ്ങൾക്കോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഇമ്മ്യൂണിറ്റി അത്രയും വർദ്ധിക്കുന്നുണ്ടാവും. പെട്ടെന്നുള്ള അസുഖങ്ങളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കൊളസ്ട്രോം എന്ന് പറയുന്നത്. ദഹന വ്യവസ്ഥയാണ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഫാറ്റിന്റെ അളവ് വളരെ കുറവാണ് ഇതിനകത്ത്. മനുഷ്യരിൽ മാത്രമല്ല എല്ലാ സസ്തനികളിലും ഈ കൊളസ്ട്രോം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പശുവിൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പശുവിൽ നിന്ന് ലഭിക്കുന്ന കൊളസ്ട്രോൾ ആണ് മനുഷ്യന്റെ കൊളസ്ട്രോളുമായിട്ടാണ് മാച്ച് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രീഷൻ ഫാക്ടേഴ്സ്, ഇമ്മ്യൂൺ ഫാക്ടേഴ്സ്, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നുണ്ട്. ഇതിലൂടെ ബാക്ടീരിയ ആൻഡ് വൈറൽ അറ്റാക്ക് ഇതിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. ശ്വാസകോശ ഇൻഫെക്ഷൻ തടയാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിന്റെ കഴിവിനെയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആമാശയ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ തന്നെയാണ്. ദഹന വ്യവസ്ഥ കറക്റ്റ് ആക്കാനുള്ള ആദ്യത്തെ പാല് തന്നെയാണ് മഞ്ഞപ്പാൽ എന്ന് പറയുന്നത്. എല്ലിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. 2 ക്യാപ്സൂൾ വീതമാണ് ഇത് കഴിക്കേണ്ടത്. 2 നേരമായിട്ട് കഴിക്കുക. ഇതിന്റെ MRP എന്ന് പറയുന്നത് 701 രൂപയാണ്. DP എന്ന് പറയുന്നത് 491 രൂപയാണ്. PV ആണെങ്കിലും നമുക്ക് 17.73 PV ഉണ്ട്. കാരണം നമ്മുടെ സപ്ലിമെന്റിനെല്ലാം നല്ല PV ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ വാങ്ങി ഉപയോഗിച്ച് നമ്മുടെ ശരീരവും ക്ലിയർ ആക്കുക, നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക, നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ കാക്കുക എന്നുള്ളതാണ്. അടുത്തത് ഒരു പ്രൊഡക്റ്റ് ആണ് അലോവേര എന്ന് പറയുന്നത്. അലോവേര നമുക്കറിയാം, നമ്മുടെ കറ്റാർ വാഴയാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. പക്ഷെ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ അല്ലെ. എണ്ണ കാച്ചുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുമെങ്കിലും ശരിക്കും ഇത് പൊട്ടിച്ച് അതിന്റെ ഉള്ളിലുള്ള ജെല്ല് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ശരിക്കും അലോവേര എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി മുതൽ നമ്മുടെ ഓരോ ഓർഗൻസിനും, സ്കിന്നിനായി കഴിഞ്ഞാലും നഖത്തിനായി കഴിഞ്ഞാലും എല്ലാറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ അലോവേര എന്ന് പറയുന്നത്. ഇതിനെ മിറാക്കൽ പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്. മിറാക്കൽ പ്ലാന്റ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ, അതുപോലെ തന്നെ മിനറൽസ്, അതുപോലെ തന്നെ ഷുഗർ, അമിനോ ആസിഡ്സ് ഇതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. ഹെൽത്തി ഷുഗർ ആണ് ഇതിനകത്ത്. ഹെൽത്തി ഷുഗർ ആയിട്ടാണ്. ഗ്രോത്ത് ഹോർമോൺ ഇതിനകത്തുണ്ട്. സ്കിന്നിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ വരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അലോവേര കഴിക്കുകയാണെങ്കിൽ സാധിക്കുന്നുണ്ട്. മുടി തഴച്ച് വളരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് മുറിവുണങ്ങാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്കിന്നിന്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് എപ്പോഴും സഹായിക്കും. ചില ആൾക്കാർ പറയുന്നുണ്ടാവും അല്ലെ, ഭയങ്കര ഹീറ്റാണ്, എപ്പോഴും എന്റെ ശരീരം ഭയങ്കര ഹീറ്റാണെന്ന് പറയുന്നുണ്ട്. അവരുടെ ശരീരത്തെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് അലോവേര എന്ന് പറയുന്നത്.
ആന്റി ഏജിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയേൺ, മാംഗനീസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ B1, B2, B3, B6, B12 ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സിയും ഇയും കാൽസ്യവും ഫോളിക്കും ഇതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അലോവേര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഗ്യാസ്, അതുപോലെ തന്നെ അസിഡിറ്റി, നമുക്കറിയാം അല്ലെ, നമുക്ക് അസിഡിറ്റിക്കൊക്കെ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് പഞ്ചതുളസി ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അസിഡിറ്റിയും. അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ആക്കാനും അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന, പഞ്ചതുളസിയോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അലോവേര. ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് ഇത്. വെയിറ്റ് മാനേജ്മെന്റിനും ഇത് സഹായിക്കുന്നുണ്ട്. ബ്ലഡിന്റെ pH വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് വഴി തന്നെ കിഡ്നിയെയും ലിവറിനെയും അതിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. താരം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ് റിച്ച് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ നല്ല കൂളിംഗ് എഫക്റ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ ആ നേരത്തെ പറഞ്ഞിട്ടുള്ള ബോഡി ഹീറ്റ് ആണ് എന്ന് പറയുന്ന അവർക്കൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ടാവും. 1-2 ദിവസവും നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ MRP റേറ്റ് എന്ന് പറയുന്നത് ഇതിനാണ് 384 രൂപയാണ്. DP പ്രൈസ് 269 രൂപയാണ്. PV എന്ന് പറയുന്നത് 8.97 PV ആണ്. അപ്പോൾ നമ്മുടെ ബിസിനസിനെ വളർത്താനും നമുക്ക് സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ്, സപ്ലിമെന്റ്സ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അടുത്തത് പറഞ്ഞാൽ ആംല. നെല്ലിക്ക ശരിക്കും ഉണക്കി പൊടിച്ചിട്ടുള്ള ഒരു ക്യാപ്സൂളാണ് ആംല എന്ന് പറയുന്നത്. ഇതിനെ ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതും. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ശരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലേക്ക് തന്നെ നൽകാൻ വേണ്ടി സാധിക്കും. പച്ചക്കറികളിലും പഴങ്ങളിലും അടങ്ങിയ 20 മടങ്ങാണ് നെല്ലിക്കയിൽ നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നെല്ലിക്ക ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ നെല്ലിക്ക ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ നമ്മളെ പ്രതിരോധ ശക്തിയെയും നമ്മുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. തൊണ്ടവേദന, ജലദോഷം, വായ്പുണ്ണ്, മൗത്ത് അൾസർ ഇവരെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു തൊണ്ട കരകരപ്പ്, കിച്ച് അത് അല്ലെങ്കിൽ ഒരു സൗണ്ട് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ തൊണ്ടവേദന, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ഈ ഒരു ക്യാപ്പ് ഊരിയിട്ട് നമുക്ക് ഡയറക്റ്റ് വായിക്കകത്തിട്ട് മിഠായി കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് ശരിക്കും ഒരു സ്പൂണിനകത്ത് ഇട്ട് തേനൊക്കെ ചാലിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ജ്യൂസ് പോലെ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഏത് രീതിയിലായി കഴിഞ്ഞാലും നമ്മുടെ പ്രതിരോധ ശക്തിയെ സൂക്ഷിക്കാൻ വേണ്ടി എന്റെ മക്കളൊക്കെ എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആംല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സന്ധിവാദം, ഉറക്കക്കുറവ്, അതുപോലെ തന്നെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ, ദഹന വ്യവസ്ഥയെ കറക്റ്റ് ആക്കാനൊക്കെ ഇതിന് ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ഇതിൽ ഫ്രീ റാഡിക്കലിന്റെ അറ്റാക്കിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ശ്വാസകോശത്തെ, അതിന്റെ നെർവ് സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്, ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റി ഏജിങ് ആണ്. ആന്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത്. നമ്മൾ സ്ഥിരമായിട്ട് നെല്ലിക്ക ജ്യൂസോ അല്ലെങ്കിൽ ഇതുപോലെ ക്യാപ്സൂളും ഒക്കെ സപ്ലിമെന്റും ഒക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഏജിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും കാൽസ്യവും ബി കോംപ്ലക്സും അയേണും ഒക്കെ ഇതിനകത്ത് റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട്. മുടി കൊഴിച്ചിലിനെ തടയാനും അതുപോലെ തന്നെ രക്തശുദ്ധീകരണത്തിനും ഇത് ഉപകാരപ്രദമാണ്. ഇത് ശരിക്കും നമുക്കൊരു അരിഷ്ടം പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. നെല്ലിക്കയും അതിനകത്ത് കുറച്ച് കറുവപ്പട്ട, അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പു, അതുപോലെ തന്നെ ശർക്കര, ഇതൊക്കെ ചേർത്ത് നമ്മൾ ഒരു 40-45 ദിവസം ഒരു ഭരണിയിലോ എയർ കടക്കാത്ത രീതിയിൽ ടൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 40-45 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ അതിന്റെ ജ്യൂസ് എടുത്ത് ഒരു നല്ല പളുങ്ക് പാത്രത്തിൽ എടുത്തു വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ നമ്മളെ കുട്ടികൾക്കും നമ്മളും ഒരു സ്പൂൺ വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മുടെ
പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ, അതുപോലെ തന്നെ ഈ പറയുന്ന ഇടക്കിടക്കുള്ള തുമ്മല്, പനി വരുന്ന പ്രശ്നങ്ങൾ, തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. കൂടെ നമ്മുടെ ഈ ഒരു സപ്ലിമെന്റ് വളരെ ചെറിയ പൈസക്കാണ് നമ്മുടെ കമ്പനി തരുന്നത്. അത്രയും വിലക്കുറവിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. MRP റേറ്റ് എന്ന് പറയുന്നത് 244 അതുപോലെ തന്നെ DP പ്രൈസ് എന്ന് പറയുന്നത് 171 രൂപയ്ക്കാണ്. PV 5.70 PV നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിനകത്ത് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ എല്ലാം ഒരുമിച്ച് വാങ്ങിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ സ്ഥിതി എന്താണോ അതനുസരിച്ച് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും വാങ്ങി കഴിക്കുക എന്നുള്ളതാണ്. നമ്മളിത് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത് എത്രമാത്രം ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതിനകത്ത് ആംല സ്ഥിരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ കൊളസ്ട്രം നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, കൂടെ പഞ്ചതുളസിയും അതുപോലെ തന്നെ മൾട്ടി വിറ്റാമിൻ ഗമ്മീസും അതിന് കൂടെ ആഡ് ചെയ്ത് സ്ഥിരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പരിധി നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും. കാരണം എന്നും വിസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹോസ്പിറ്റലിൽ എപ്പോഴും പോകുന്ന കുട്ടികളാണ് എൻ്റെ 2 കുട്ടികളും. ഇന്ന് ഈ ഒരു 3 പ്രോഡക്റ്റ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി സബ്ലിംഗൽ സ്പ്രേ കൂടി അവർ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു 3-4 പ്രോഡക്റ്റുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, മാറി മാറി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം, നമ്മുടെ ഹോസ്പിറ്റലിൽ, കാരണം അറിയാലോ ഇന്ന് പോയി കഴിഞ്ഞാൽ എത്രമാത്രം ചെലവുകളാണ്, ആ ചെലവിന് നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും. ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസയുടെ പകുതി പൈസ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സപ്ലിമെന്റ് വാങ്ങാനും വേണ്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ സപ്ലിമെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള കെമിക്കൽ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ ശരീരം നമ്മൾ തന്നെ കാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രൊഡക്റ്റുകൾ, ഇത്തരം സപ്ലിമെന്റുകൾ, ഇത് ശരിക്കും നമ്മൾ എല്ലാവരോടും പറയാ, ഇതൊരിക്കലും മരുന്നല്ല, സപ്ലിമെന്റ് ആണ്. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് അത് എത്തിക്കുക, പിന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് എത്തിക്കുക, പിന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ ഓരോ ആൾക്കാരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാനും നല്ലൊരു വെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് എന്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള ഷാജി മിഥിൻ സാറിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽ. ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് സെഷനാണ്. ഒരു ഇമ്മ്യൂണിറ്റി പ്രോഡക്റ്റിനെ കുറിച്ചാണ് സാറ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതിന് സാറിനോടുള്ള നന്ദി എല്ലാവർക്കും ചാറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ പ്രോഡക്റ്റും, ഇതിൽ ആംല, അതുപോലെ തന്നെ പഞ്ചതുളസി, അലോവേര, ഇതൊക്കെ കൊളസ്ട്രോളൊക്കെ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നതാണ്. അതിന്റെ റിസൾട്ട് എനിക്ക് സ്വയം തിരിച്ചറിയാനും സാധിച്ചിട്ടുണ്ട്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, അതുപോലെ പനി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നതാണ്. ഇപ്പം കുറേയേറെ നാളായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അത് സംബന്ധിച്ച് ഇതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന ക്ലാസ്സുകളൊന്നും സ്കിപ്പ് ചെയ്യുന്നതും അവർക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറെ നാളുകളായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയ ആ കാലം തൊട്ട് എനിക്ക് അതിൽ നിന്ന് ഹോസ്പിറ്റലിൽ കയറുന്ന ഒരു പ്രവണത കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിന് നമുക്ക് വെസ്റ്റീജിനോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. വെസ്റ്റീജിന്റെ ഇത്രയും നല്ല ഇമ്മ്യൂണിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എല്ലാവരും ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ടുകൾ സ്വയം തിരിച്ചറിയാം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. നല്ലതുപോലെ ബിസിനസ്സിൽ നല്ലൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. വിഷ് യു വെൽ ആൻഡ് താങ്ക് യു ഓൾ.